ഹലോ, വെൽക്കം ടു ഐനസ് വ്ലോഗ്. ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കലപിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുട്ടി പട്ടാളങ്ങളൊക്കെ നേരത്തെ ഉറക്കം എണ്ണിച്ചിട്ട് അവിടെ നിന്ന് കലപില ആക്കുന്നുണ്ട്. സോ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കലപില വേണ്ടാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. ഞാൻ പിന്നെയും കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിതിൽ പറയുന്നത് ഇത് തന്നെയാണ്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, കുട്ടികളൊക്കെ നേരത്തെ എഴുന്നേറ്റു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. കാരണം അച്ഛനൊരു 5 മണി 5:30 ആകുമ്പോൾ അച്ഛൻ എഴുന്നേൽക്കാം. അച്ഛൻ എഴുന്നേറ്റ പാടെ അച്ഛൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ TV ഓൺ ചെയ്യുക, ഭക്തിഗാനം വെക്കുക, ഹൈ സൗണ്ടിൽ വെക്കുക. ഇതാണ് അച്ഛൻ്റെ നമ്മളെ മക്കളെല്ലാം എഴുന്നേൽപ്പിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ്. TV എടുക്കുക, ഹൈ വോളിയത്തിൽ പാട്ട് വെക്കുക. അത് കണ്ടില്ലേ, നല്ല ഭക്തിഗാനമാണ്. ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ എഴുന്നേൽക്കൂട്ടോ. അങ്ങനെ അതെ, ഞാനും എഴുന്നേറ്റു, അല്ലാതെ വയ്യല്ലോ. ഇത് കാണുമ്പോ ഒരു എന്തിനായ ഒരു വലിയതായും ചെറിയതായും കാണിക്കുന്നു. അത് വലുതായും ചെറിയതായി ചെറിയത് അത് കൂക്കേരി, അത് കൂക്കേരിയാണ്. അതിന്റെ വീട് കൂക്കേരി അത്രേ ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്ക്, ഇങ്ങോട്ട് അപ്പോൾ ഇത് ഞാൻ എണീച്ച് വന്നിട്ട് അടുക്കള തപ്പാണിട്ട് എന്താണ് ഇന്ന് അടുക്കളയിൽ അമ്മ സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. അയ്യോ, ഒന്നും കാണാനില്ലല്ലോ. അത് ഞാൻ നോക്കുന്നുണ്ട്. ഇതെന്താ ഇതെന്താ ദോശയ്ക്ക് വേണ്ടി അരിമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കണം അത്രേ. പിന്നെ അത് ചായ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ ആദ്യം എല്ലാവർക്കും ചായ വേണം, അപ്പോൾ ചായ നേരത്തെ ഉണ്ടാക്കി വെച്ചു. അത് കറി അത് തിളക്കാന്ന് കേട്ടോ. അപ്പോൾ ഞാനത് എന്താ പറയുക, തുണിയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയെടുക്കുകയാണ്. അത് കറിയാണ് കേട്ടോ, ചിക്കൻ കറി ചാറ് പോലെ ഇങ്ങനെ വെച്ചതാണ് കറി. അപ്പോൾ ഇതാണ് ദോശയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് എന്താ പറയുക, നമ്മളിവിടെ ബ്ലാത്തിച്ചക്ക എന്ന് പറയും, ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബ്ലാത്തിച്ചക്കയാണ്. അപ്പോൾ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുറിച്ച് ബ്ലാത്തിച്ചക്ക ഉപ്പേരി വെക്കണം ഉച്ചക്കത്തെ ചോറിന്. ഇന്ന് നമ്മൾ കുഞ്ഞുട്ടൻ അപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് അടുക്കളയിലേക്ക് വന്നു. പരന്ന അടുക്കളയിലേക്ക് വന്നിട്ട് അവൻ അവിടെ എല്ലാം നോക്കാണ്ട് എന്തെന്നാണ് എനിക്ക്. അപ്പോൾ ഇതേ ഞാൻ പല്ല് തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ കുഞ്ഞൂസിൻ്റെ കയ്യിലുണ്ട്. അല്ലൂസ് പല്ല് തുടക്കുകയാണ്. പല്ല് തുടച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് റെഡി ആയിട്ട് പോകണം. അപ്പം ഇതാ പല്ല് തുടക്കുന്നതും കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പല്ലല്ലേ, അപ്പോൾ പല്ല് തുടക്കുന്നതൊന്നും എടുത്തിട്ടില്ല. അവർ പല്ല് തുടക്കുന്നതാണ് കേട്ടോ. പല്ല് തുടച്ച് കഴിയാറായി. പല്ല് തുറക്കാണെന്ന് പറഞ്ഞിട്ട് പൈപ്പിൽ വെള്ളം കളയലാന്ന് കേട്ടോ ഇവൻ്റെ ഇത്. അല്ലോ എന്നത് മതിയൊക്കെ. പല്ല് തുറക്കാന്ന് പറഞ്ഞിട്ട് പൈപ്പിൽ വെള്ളം കളയലാണ് അല്ലുവിൻ്റെ പ്രധാനം. എന്താക്കി കഴിഞ്ഞാ പോയാ. അപ്പം നമുക്കിനി ചായ കുടിക്കാൻ. ചായ കുടിച്ചിട്ട് ചായക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ദോശയും കറി എന്താണെന്നറിയില്ല. അപ്പോൾ ചായ കുടിക്കാൻ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാൻ പറ്റാ. ഇപ്പം ഇത് നമ്മളുടെ ബ്ലാത്തിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ, വറവ്. അത് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ ചിക്കൻ കറിയാണ് കേട്ടോ, കഴിയാറായി ചിക്കൻ കറി. ഇത് നമ്മളുടെ ദോശ. അമ്മ കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് പോകണമല്ലോ. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബേന പിടിച്ച സംഭവമാണ്. പോയിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ എൻ്റെ അമ്മോ, അതാണ് ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും
പണി എന്ന് പറയുന്നത് അതാണ്. പോയിട്ട് നമ്മൾ ഏതെങ്കിലും പോയിട്ട് വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കാമല്ലോ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. അതെ അതെ. അപ്പോൾ ഇനി ചായ കുടിക്കാം. അതപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനും പിള്ളേരും അമ്മയും ചേച്ചിയും ശ്രീയും എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള കുറച്ച് പട്ടി ഷോ ആണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. ഹലോ, അപ്പം നമ്മളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വണ്ടിക്ക് വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ. വണ്ടി ഒരു 10:30-10:45 ആകുമ്പോഴാണ് വരിക. അപ്പോൾ അതുവരെ നമ്മളിത് ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. അല്ലോ അല്ലോ കുഞ്ഞുസുണ്ട് ഇതാക്കണ്ട ശ്രീ. അത് കഴിഞ്ഞ് നമ്മളിത് അഭിരാമിയെ താലാട്ടി സമയേ നാരങ്ങി ആ ഒരു ട്രെൻഡിങ് റീലെടുത്തു കേട്ടോ. അത് ഫ്ലോപ്പായിരുന്നു, പക്ഷേ ഞങ്ങളും എടുത്ത് വെറുതെ. അപ്പോൾ ഇത് ഫങ്ഷൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ്. ആക്ച്വലി എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മോൻ വല്ലാണ്ട് കരഞ്ഞ് വല്ലാണ്ട് കുഴപ്പമാക്കിയപ്പോൾ എനിക്കൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അപ്പോൾ അത് അവരെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് അവരെഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് ഇസ്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടതാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ കസിനാണ്, ആക്ച്വലി എൻ്റെ കുഞ്ഞുമാവൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇത് ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയിട്ട് എല്ലാവരും ഒന്ന് ചായ കുടിച്ച് പിരിയാന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം നമ്മളിവിടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. ഫംഗ്ഷൻ്റെ വീഡിയോസ് ഉൾക്കൊള്ളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വേണ്ട, ഈ കുരിപ്പുണ്ടല്ലോ, ഈ കുരിപ്പ് എൻ്റെ ഭഗവാനെ പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ് ആയിരുന്നു കേട്ടോ. അവിടെ എത്തലും കരച്ചിൽ തുടങ്ങി. കരച്ചിൽ പറഞ്ഞാൽ അമ്മാതിരി കരച്ചിൽ. ഞാനൊരു ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സമ്മതിക്കാൻ പറ്റി. അതൊക്കെ ഫുഡ് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അവസാനം ഞാൻ അവിടെ ജീവനം കൊണ്ട് ഓടിയെന്ന് തന്നെ പറയാം. അമ്മാതിരി കുഴപ്പമായിരുന്നു. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അവസാനം ഇപ്പം വീട്ടിലെത്തിയവരാണ് ഒന്ന് സമാധാനമായത്. അവരെന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട്, ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ കുറച്ച് അധിക നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ അതെന്തോ അവനത് ഇഷ്ടമായില്ല. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ. അപ്പം എന്താ പറയുക, ശോകം അങ്ങനെയല്ല, ഭയങ്കര കുഴപ്പമായിരുന്നു. ഭയങ്കര കുഴപ്പമെന്ന് വെച്ചാൽ ഒട്ടും കേൾക്കാത്ത പോലെയായിരുന്നു കുഞ്ഞൻ. പക്ഷെ എടുത്താലും കേൾക്കണില്ല, നടന്നാലും കേൾക്കണില്ല, ആരെടുത്താലും കേൾക്കണില്ല. ഭയങ്കര അവനെന്തോ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങനൊരു ചടങ്ങിന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ എന്നെ പിടിച്ചു കുക്കു 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 കള്ള ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ 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 ടാറ്റ. അപ്പം നമ്മളുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ, സീ യു.